നമസ്കാരം. യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അതിരൂക്ഷ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ആക്രമണത്തിൽ 74 പേർ കൊല്ലപ്പെടുകയും 170-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം. യമനിലെ റാസ് ഇസ തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടന്നത്. മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്ന് യമൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ചരക്കു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹൂത്തികളെ വെറുതെ വിടില്ലെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത്. അടുത്ത മാസം ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 80 പേർ കൊല്ലപ്പെടുകയും 150-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഹൂത്തികളുടെ സൈനിക ശേഷി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്ന് പെന്റഗണും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 50-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഗസ യുദ്ധവും ഉപരോധവും അടിച്ചേൽപ്പിച്ച് പലസ്തീൻ ജനതയെ വേട്ടയാടുന്ന ഇസ്രയേലിനെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ യമനിലെ ഹൂത്തികൾക്കെതിരായ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഹുദൈദ പ്രവിശ്യയിലെ റാസ് ഇസ തുറമുഖത്തിനു നേരെ നടന്ന ആക്രമണത്തിലാണ് 80 പേർ കൊല്ലപ്പെട്ടത്. 150-ലധികം പേർക്ക് പരിക്കേറ്റതായും ഹുദൈദ ഹെൽത്ത് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 15 മുതൽ യമനിലെ ഹൂത്തികൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിലെ ഏറ്റവും വലുതാണിത്. യമനിലെ ജനതയ്ക്കെതിരെയല്ല, ഹൂത്തികളുടെ സൈനിക ശേഷി അമർച്ച ചെയ്യുകയാണ് ആക്രമണ ലക്ഷ്യമെന്നാണ് അമേരിക്ക അറിയിച്ചത്. ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും പെന്റഗണും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗസയിലെ ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. ഇന്നലെ മാത്രം 51 പേരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇവരിൽ പകുതിയിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ്. ഗസയിലെ മാനുഷിക ശൃംഖല അപ്പാടെ തകർന്നതായി ലോകത്തെ 12 പ്രധാന സന്നദ്ധ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിലും വ്യക്തമാക്കി. ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിച്ച് ആയിരങ്ങളെ മരണവഴിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് UN ഏജൻസികളും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനിടെ ഈജിപ്ത് സമർപ്പിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകുകയാണ്. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജിത നടപടികൾ തുടരുമെന്ന് വ്യത്യസ്ത രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേലിലെ തടവിലാക്കപ്പെട്ട പലസ്തീനികൾക്ക് പകരം ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിനുമുള്ള സമഗ്രമായ ഒരു കരാറിനായി ഹമാസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രയേലിന്റെ മറ്റൊരു താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് നിരസിച്ചുവെന്നാണ് വിവരം. പലസ്തീൻ ഗ്രൂപ്പ് ഇനി ഇടക്കാല കരാറുകൾ അംഗീകരിക്കില്ലെന്ന് ഹമാസിന്റെ ഗാസയിലെ മുഖ്യ മധ്യസ്ഥനായ ഖലീൽ അൽ ഹയ്യ തറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്.